ഈ കാണുന്ന മരങ്ങളൊക്കെ ഉന്നക്കായിന്റെ കൃഷിയാണ്. വീട്ടിലുണ്ടാകുന്ന ഉന്നക്കായല്ല, പിന്നെ മരത്തിലുണ്ടാകുന്ന ഉന്നക്കായ്. അപ്പൊ ഇതാണ് നമ്മളെ ഉന്നക്കായ് ഉണക്കിയത്. വേസ്റ്റ് എന്ന് പറയുന്ന ഒരു കുന്തമിനില്ല, പക്ഷെ ആൾക്കാർ ഇന്ത്യൻ മാർക്കറ്റിലെ ആൾക്കാർ വാങ്ങിച്ചു പോകുന്ന സാധനമാണ്. റാംപത്രി എന്ന് പറഞ്ഞ സാധനം ആൾക്കാരെ പറ്റിച്ചു വെക്കുന്ന സാധനം. ജാതിപത്രി എന്ന് പറഞ്ഞിട്ട് റാംപത്രി കൊടുക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സംഭരണവും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിതരണ ശൃംഖലയുമുള്ള ഷാനി ട്രേഡേഴ്സിൽ നിക്ഷേപിക്കാൻ ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുക. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് തമിഴ്നാട്ടിലാണ്. നമ്മുടെ വയനാട്ടിലൊക്കെ പണ്ട് കാലത്ത് ഒരുപാട് ഉണ്ടായിരുന്ന ഒരു ഐറ്റം, വിലക്കുറവ് കാരണം അതുപോലെ സെയിൽ കിട്ടാത്തത് കാരണവും എല്ലാവരും വെട്ടി നശിപ്പിച്ച ഒരു സാധനം തമിഴ്നാട്ടിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൃഷി രീതികളും അതുപോലെ അതിൻ്റെ വ്യത്യസ്തമായ വിൽപ്പന രീതികളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. തമിഴിൽ ഇതിൻ്റെ പേര് ഒളകമഞ്ചി എന്നാണ്. അതായത് വേറൊന്നുമല്ല, നമ്മളെ നാട്ടിലൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്ന കിടക്ക അതുപോലെ തലയണ ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പന്നിക്കായ്, അതായത് കാപ്പോക് ബഡ്സ് എന്ന് പറയുന്ന ഐറ്റമാണ്. ഇത് തമിഴ്നാട്ടിൽ ഈ ഒരു ഭാഗത്ത് വമ്പൻ കൃഷിയാണ്. അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഉത്തരേന്ത്യൻ മാർക്കറ്റിൽ ഓരോ വർഷം കഴിയുന്തോറും ഡിമാൻഡ് കൂടി വരികയാണ് ഈ ഒരു ഐറ്റത്തിന്. തമിഴ്നാട്ടുകാർ ഈ ഒരു മരത്തിന്റെ പഞ്ഞി മാത്രമല്ല, തീരെ ചെറുതായിട്ടുള്ള കായ്, അതായത് മരത്തിൽ നിന്ന് തൊഴിഞ്ഞു പോകുന്ന കായ് വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട്. അതായത് മറാഠി മുഗ് എന്ന പേരിലാണ് ഈ ഒരു ഐറ്റം ഇവിടെ വിൽപ്പന നടക്കുന്നത്. ഇത് സ്പൈസസ് വിഭാഗത്തിലാണ് ഉത്തരേന്ത്യയിലൊക്കെ സെയിൽ ചെയ്യുന്നത്. അതേസമയം നമ്മൾ മലയാളികൾ ഈ ഒരു ഐറ്റം സ്പൈസസ് ആയിട്ട് ഇന്നവരെ നമ്മൾ ഉപയോഗിക്കാറില്ല. എവിടെയും കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഹാർവെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഇപ്പോൾ കേരളത്തിൽ ഈ സാധനം ഇളനീരാണ് ഇപ്പോൾ പോകുന്നത്. കേരളത്തിൽ ഈ ഒരു സാധനം പറിക്കുകയോ അല്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കുകയൊന്നുമില്ല. തമിഴ്നാട്ടിലും കർണാടക അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പറിച്ച് സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ നാട്ടിൽ കവുങ്ങ്, മാവ് ഇതൊക്കെ കാണുന്ന പോലെയാണ് ഇവിടെ ഈ ഒരു മരം ഉള്ളത്. റോഡ് സൈഡിലും അതുപോലെ തോട്ടങ്ങളിലൊക്കെ ഒരുപാട് മരങ്ങൾ, ഈ ഒരു ഉന്നക്കായന്റെ മരം ഇവിടെ ഉണ്ട്. ഇവിടെ പ്രധാനമായിട്ടും തേങ്ങ കൃഷിയാണ് നടക്കുന്നതെങ്കിലും ഇവിടെ ഓരോ തോട്ടത്തിന്റെയും അതിരുകളിലും അതുപോലെ റോഡ് സൈഡിലും ചില സ്ഥലങ്ങളിൽ വലിയ കൃഷിയായി, തോട്ടത്തിൽ തന്നെ കൃഷിയായിട്ട് ഈ ഒരു മരങ്ങൾ നമുക്ക് കാണാം. ഇവിടെ ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറിയതാ. അപ്പോൾ അതാ ഫ്രണ്ടിൽ നല്ല അടിപൊളിയായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബോളി എന്ന് പറയുന്ന ഒരു ഐറ്റം ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഐറ്റം എന്താ പറയുക ഉണ്ടാക്കുന്നത് കാണുന്നത്. കടയുടെ ഫ്രണ്ടിൽ ഒരു സ്ത്രീ നല്ലപോലെ മൈദയൊക്കെ കുഴച്ച് അതിന് ചെറിയ വേറൊരു സ്വീറ്റിന് വേണ്ടി വേറൊരു സാധനം ആഡ് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു ബോക്സിലുള്ളത് ഈ ഒരു മൈദ ഉരുട്ടി അതിൽ എന്താ പറയുക അതിൽ ഉള്ളിലേക്ക് ചേർത്ത് വെക്കും. എന്നിട്ട് അത് നല്ല വീണ്ടും അതൊന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കുന്നതാണിത്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ മെല്ലെ ചായയൊക്കെ കുടിച്ച് നമ്മളെ പ്രധാന പരിപാടിയിലേക്ക് പോയി. നമ്മളിവരെ വീഡിയോ എടുക്കുന്നതും അതുപോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് അവർക്ക് വളരെയധികം താല്പര്യമുള്ളൊരു കാര്യമാണ്. അവർക്ക് എന്താ പറയുക, ചില സ്ഥലങ്ങളിൽ ആളുകൾ നമ്മളോട് ദേഷ്യപ്പെടും, പക്ഷേ ഇവർക്കൊക്കെ വളരെയധികം എന്താ പറയുക ഇഷ്ടമാണ് അവരെ വീഡിയോ എടുക്കുന്നതും അതുപോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ പറയുന്നത്. ഇവർ നല്ല സഹകരണമാണ് നമ്മളുമായിട്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ തോട്ടങ്ങളെല്ലാം ഒന്ന് കാണാൻ വന്നു കേട്ടോ. ചെറിയ പിന്നെ വലിയ തോട്ടമുണ്ട്, ചെറുതുണ്ട്. ആ കാണുന്നതൊക്കെ റോഡ് സൈഡിൽ കാണുന്നതൊക്കെ പിന്നെ ഉന്നത്തിൻ്റെ മരമാണ്. ഇതൊക്കെ ഉന്നത്തിൻ്റെ മരമാണ്. ഇവിടെ ഇഷ്ടം പോലെ ഉന്നത്തിൻ്റെ മരമാണ്, ചില്ലറ ഒന്നുമല്ല. ഈ ഒരു ഗ്രാമത്തിൽ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ അടക്ക ഉണ്ടോ അതുപോലെ ഉന്നക്കായുടെ മരം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വയനാട്ടിലുള്ളവർക്കൊന്നും പിന്നെ ക്വാണ്ടിറ്റി ബേസിൽ ഇവരോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മത്സരിക്കാൻ പറ്റില്ല. അത്രക്ക് ക്വാണ്ടിറ്റി ഇവിടുന്ന് ഇവർക്ക് കിട്ടും. വയനാട്ടിൽ ഒരു 10 കിലോമീറ്ററിൽ അല്ല 1 കിലോമീറ്ററിലൊരു 5-10 മരങ്ങളായിരിക്കും ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനല്ല. വയനാട്ടിൽ ഇങ്ങനെ മാവ് അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ള അടക്ക മരം എങ്ങനെ ഉണ്ടോ അതേ രീതിയിൽ ഇവിടെ ഉന്നക്കായൻ്റെ മരമുണ്ട്. ഇവിടെയൊക്കെ ഈ വർഷത്തേക്കുള്ള പുതിയത് വന്നു തുടങ്ങി, അതായത് പൂത്തു തുടങ്ങി. ഇനി ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു സാധനം പിന്നെ ആയി വരും. ഏത് മറാഠി മുഗ് സ്പൈസസിന് ഇതിൻ്റെ 2 യൂസാണുള്ളത്. സ്പൈസസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ബെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ കിടക്കുന്ന ബെഡില്ലേ, കിടക്ക,
അത് ന് വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് 2 യൂസാണുള്ളത്. താഴെ വീഴുന്നത് മൊത്തം ഇവരെന്താകുമെന്ന് വെച്ചാൽ മറാഠി മുഗ്ഗു എന്നുള്ള പേരിട്ടിട്ട് സ്പൈസസിന് വേണ്ടിയിട്ട് സെയിൽ ചെയ്യും. നമ്മളൊരു ടൂറിസ്റ്റ് സ്പേസിലെല്ലാം പോകുമ്പോൾ കാണാം ചെറിയ ഒരു കറുത്തിട്ടുള്ള ഒരു നീട്ടിട്ടുള്ള സാധനം. ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ അതുപോലെ ഈ ഒരു സാധനമാണ് അത്. അതുപോലെ അടുത്ത യൂസ് എന്താണെന്ന് വെച്ചാൽ ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കോട്ടണ് വരും, അതായത് ഇതിൻ്റെ പന്നി വരും. ആ പന്നി എടുത്ത് സെയിൽ ചെയ്യും. അങ്ങനെ 2 ബിസിനസ്സാണ് ഇവിടെ ഇതിൻ്റെ നടക്കുന്നത്. ഈ റോഡ് സൈഡിലുള്ള ഇതൊക്കെ ഇതിൻ്റെ മരമാണ് കേട്ടോ. പിന്നെ അതൊക്കെ വരുന്ന വഴിയിലൊക്കെ ഇതിൻ്റെ തോട്ടങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. കേരള ചേർത്തല എന്ത് പണി? എന്ത് പണി? ഗ്യാസ് പണിക്ക്. ഇത് അവരാ വീട്? ശരി ശരി ശരി. ഇപ്പൊ എന്ത് പണി എടുക്കുന്നത്? ഊരിലെ പണി. എന്ത് പണി? തോട്ടപ്പണി. അതെ കിട്ടും. അപ്പൊ ചേർത്തലയിൽ വന്ന് പണിയെടുത്തുണ്ട് കേട്ടോ. ഇപ്പൊ അമ്പലത്തിൽ പോയി വന്നാ? അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ തിരിച്ചു അവിടെ പോന്നാ? തിരിച്ച് ഇപ്പോഴും. ഓക്കെ ഓക്കെ. ഇതാ ഈ കാണുന്ന മരങ്ങളൊക്കെ പിന്നെ ഉന്നക്കായൻ്റെ കൃഷിയാണ്. ഇതാ ഈ കാണുന്ന മരമൊക്കെ ഉന്നക്കായാണ്. അതായത് ഉന്നക്കായൻ്റെ കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഉന്നക്കായല്ല, പിന്നെ മരത്തിലുണ്ടാകുന്ന ഉന്നക്കായ്. ഇതാ ബെഡിനൊക്കെ യൂസ് ചെയ്യുന്ന കാപ്പോക്ക് ബഡ്സ്, ഇത് ഉന്നക്കായൻ്റെ തോട്ടാണ്. അപ്പോൾ ഇവരോടൊന്നും നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട്. അവിടെ നല്ലൊരു റിവറുണ്ട്, റിവറിൽ പോയി ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ല പൂത്ത് തുടങ്ങി കഴിഞ്ഞാൽ കാടൊക്കെ വരണ്ടി കളയും. താഴത്തെ കാടൊക്കെ ചുറ്റി പിന്നെ പെറുക്കിയെടുക്കാൻ പാകത്തിലാക്കും ഇത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സാധനമൊന്നും മിസ്സായി പോകില്ല. വീണാൽ സാധനം പിന്നെ പെറുക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വീണുണ്ടെങ്കിൽ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ആയാൽ പെറുക്കിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതൊക്കെ റിസ്ക്കാണ്. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പെറുക്കിയെടുക്കാൻ പാകത്തിന് ഈ കാടൊക്കെ ചെത്തും. അപ്പോൾ സുഖമായിട്ട് പെറുക്കിയെടുക്കാം. ആ രീതിയിലാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഇവർ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേ രീതിയിൽ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പെറുക്കി എടുത്ത് വെച്ചാൽ വില കിട്ടും. ഇതൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മുകളിലൊക്കെ ചെറിയ ഇതിൻ്റെ കായ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി നദിയാണ്. ഇതാ ആ കാണുന്നതൊക്കെ തോട്ടാണ് കേട്ടോ. ഇതാ ആ കാണുന്നതൊക്കെ ഇതിൻ്റെ തോട്ടാണ്. ആ കാണുന്നതൊക്കെ ഉന്നക്കായൻ്റെ തോട്ടാണ്. ഇതും ഒരു തോട്ടാണ് ഉന്നക്കായൻ്റെ. നമ്മളെ നാട്ടിലുള്ളതൊക്കെ വെറുതെ വെട്ടിക്കളഞ്ഞ്. പക്ഷേ ഇവിടെ ആളുകൾ എന്താകുന്നതെന്ന് വെച്ചാൽ പിന്നെ 2 രീതിയിൽ വരുമാനമാക്കുമ്പോൾ പിന്നെ എന്താ പറയുക, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഇത് താഴെ വീഴുന്ന ചെറുത് പെറുക്കിയെടുത്ത് വിൽക്കുമ്പോൾ അവർക്ക് പൈസ കിട്ടും. അതുപോലെ മൂത്തതിൻ്റെ പന്നി അല്ലെങ്കിൽ അതിൻ്റെ കോട്ടൺ സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് ഈ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ കൃഷി നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ പന്നി മാത്രമാണെങ്കിൽ കയറിപ്പറിച്ച് പിന്നെ വലിയ കാര്യം ഉണ്ടാവില്ല. കയറിപ്പറിക്കുന്ന ഒരു മരത്ത് കയറിപ്പറിക്കുന്ന ഒന്നും എന്താ പറയുക വലിയ ലാഭം കിട്ടില്ല. അത്രയും റിസ്ക് എടുത്ത് മുകളിൽ കയറി പറിച്ചാൽ അതിനുള്ള പൈസ ഒന്നും ഇപ്പം കിട്ടില്ല. കൂലിയൊക്കെ വളരെ ഹൈ ആണിപ്പോൾ. അതുപോലെ എന്താ പറയുക, വരുന്ന വഴിയിൽ നമ്മൾ വേറൊരു കൃഷി കണ്ടിട്ടുണ്ട്. അതായത് ഡ്രം സ്റ്റിക്ക് ലീഫ്, അതായത് നമ്മളെ മുരിങ്ങ ഇലയുടെ കൃഷി കണ്ടിട്ടുണ്ട്. അതും ഞാൻ കാണിച്ചു തരാം. മുരിങ്ങ ഇല എങ്ങനെ കൃഷി ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. മുരിങ്ങ ഇലയൊക്കെ നമ്മളെ നാട്ടിൽ കൃഷി ചെയ്യുന്ന വലിയ മരത്തിലാണ് മുരിങ്ങ ഇല ഉണ്ടാകുക. വലിയ മരത്തിൽ കയറി പറിച്ചാൽ നമുക്കൊരു കുന്തം കിട്ടില്ല, പ്രോഫിറ്റ് ഉണ്ടാവില്ല, കൂലിക്കുള്ള പൈസ പോലും കിട്ടില്ല. ഇതാണ് കേട്ടോ നമ്മുടെ സാധനം. ഇതിലൊരു ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു കുന്തം ഇതിനില്ല. പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിലെ ആൾക്കാർ വാങ്ങിച്ചു പോകുന്ന സാധനമാണ്. എന്ത് ടേസ്റ്റ്? ഒരു ടേസ്റ്റും ഇല്ല. ഇങ്ങനെ പിന്നെ വെക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരു ടേസ്റ്റും ഇല്ല. റാംപത്രി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഒരു ടേസ്റ്റും ഇല്ല. കാട്ടുപത്രീൻ്റെ കാട്ടുപത്രി എന്ന് പറയും.
ഇന്ത്യൻ മാർക്കറ്റിൽ സെയിലായി പോകുന്ന സാധനം റാംപത്രി എന്ന് പറഞ്ഞ സാധനം, ആൾക്കാരെ പറ്റിച്ച് വെക്കുന്ന സാധനം. ജാതിപത്രി എന്ന് പറഞ്ഞിട്ട് റാംപത്രി കൊടുക്കും. ഇങ്ങനെ ഓരോ സാധനങ്ങളുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കൊടുക്കുന്നത്. എന്തായാലും ആൾക്കാർ ഹിന്ദിക്കാരൊക്കെ വാങ്ങിച്ചു പോകുന്നുണ്ട്, വ്യാപാരം നടക്കുന്നുണ്ട്. ഇതിന് ഒരു ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ഡിമാൻഡ് ഉണ്ട്, സെയിലാകുന്നുണ്ട്, ആളുകൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ എടുത്ത് സെയിലാക്കുന്ന സാധനമാണിത്. ഇതുണ്ട്, ഇതിൻ്റെ ഉന്നത്തിൻ്റെ സാധനമാണിത്. ഉന്നത്തിൻ്റെ ഉള്ളിലുള്ള സാധനമാണ്. ഇതാ ഈ ഒരു സാധനമാണ് ഇവർക്ക് വേണ്ടത്. ഈ ഒരു സാധനം, ഈ ചെറുത്, എത്ര ചെറുത് കിട്ടുക അത്രയും നല്ലത്. ഇത്തന ചോട്ടം കിട്ടാ ഉത്തന ചലത്താ. ഇതാ ഈ നാട്ടിൽ മുഴുവൻ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ മാവൊക്കെ എങ്ങനെയുണ്ടോ, മാവ് കടക്ക ഇതൊക്കെ എങ്ങനെയുണ്ടോ അതുപോലെ ഉന്നമരമാണ്. നാട് മുഴുവൻ ഉന്നമരം, തേങ്ങ അതുപോലെ ഉന്നം, ഇത് രണ്ടുമാണ് ഇവിടെ ഉള്ളത്. ഇതാ ഇത് ഉന്നത്തിൻ്റെ മരമാണ്. പുതിയ ന്യൂ ക്രോപ്പ് വന്നു തുടങ്ങി, അതായത് ഇതിൻ്റെ ചെറിയ കായ് വന്നു തുടങ്ങി. ഇതൊക്കെ പുതിയ വന്നതാണ്. ഇനി പിന്നെ കുറച്ചൊന്ന് വലുതായാൽ ഇതിൽ ചെറിയ പൂവുണ്ടാവും. അപ്പോൾ ഒരു കൊല്ലത്തിന് ഒരുപാട് പൂവുണ്ടാവും. ആ പൂവിൽ ആ പൂവിലുള്ള തേന് കഴിക്കാനായിട്ട് വാവൽ വരും, അതായത് വവ്വാലാണ് ഇതിൻ്റെ മെയിൻ ഹാർവസ്റ്റിംഗ് നടത്തുന്നത്. ആ വവ്വാൽ വന്ന് അതിൻ്റെ മുകളിൽ ചാഞ്ഞാൻ ഇരിക്കുമ്പോൾ അതിൻ്റെ ചെറുതൊക്കെ കുറേ താഴേക്ക് പോകും, ചെറിയ സൈസുള്ളത് താഴേക്ക് പോകും. അപ്പോൾ അത് പെറുക്കിയെടുത്താണ് ഇവർ ഉണക്കുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ഈ ഒരു ബിസിനസ് നടക്കുന്നത്. അതായത് കയറി പറിക്കില്ല, കയറി പറിച്ചാൽ നഷ്ടം. പിന്നെ ഇതാ അവിടെ ആ കാണുന്നത് ഉന്നമരമാണ്. ഈ നാട് മുഴുവനും ഉന്നമരമാണ്. അവിടെ 1 2 3 4 5 ഈ ഒരു ചെറിയ അങ്ങാടിയിൽ ഉള്ള മരങ്ങളാണ്. അവിടെ അതായത് ചെറിയ മരം ഇതാ ആ കാണുന്നതൊക്കെ ഉന്നത്തിൻ്റെ മരമാണ്. അപ്പോൾ ഈ നാട്ടുകാർ നല്ല രീതിയിൽ ഇതിൻ്റെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലുള്ളവരൊക്കെ ഇതിൻ്റെ മരമൊക്കെ വെട്ടി നശിപ്പിച്ച്, പിന്നെ ഇപ്പോൾ മുന്നേ നമ്മളെ കേരളത്തിലൊക്കെ വയനാട്ടിലൊക്കെ ഉന്നത്തിൻ്റെ വ്യാപാരം നല്ലപോലെ നടന്നുണ്ട്. പിന്നെ ഒരു ടൈമിൽ ഉന്നത്തിന് തീരെ വിലയില്ലാതായി. മറ്റ് പല കിടക്കുണ്ടാക്കാനും മറ്റു പല ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതോടുകൂടി വയനാട്ടിലേക്ക് ഉന്നത്തിൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞ്, അതോടെ പിന്നെ നാട്ടിൽ മൊത്തം പിന്നെ ഇത് ഉന്ന ആരും പറിക്കാതെയായി. അപ്പോൾ മൂത്ത് കഴിഞ്ഞാൽ ഉന്നം നല്ല പോലെ പാറും. അതായത് ഉന്നം മരത്തിൻ്റെ മുകളിൽ തന്നെ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു മരം ഇതാക്കിയാൽ തന്നെ ദിവസങ്ങളോളം അതിൻ്റെ ഉന്ന ഇങ്ങനെ പാറിക്കൊണ്ട് ഏത് വീടിനകത്തും പിന്നെ നാട്ടിലൊക്കെ മൊത്തം പാറി ഇടങ്ങാറാവും. ഒരു 10-15 ദിവസത്തേക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അത് മൊത്തം പാറി തീരുന്നത് വരെ. അപ്പോൾ അത് ഇങ്ങനെ നിന്ന് എല്ലാവർക്കും ബുദ്ധിമുട്ടായി. സാധനം വയനാട്ടിൽ നിന്നൊക്കെ എല്ലാവരും വെട്ടിക്കളഞ്ഞ്. ഇപ്പോൾ വയനാട്ടിൽ അതിൻ്റെ വ്യാപാരം എല്ലാവരും വെട്ടിക്കഴിഞ്ഞപ്പോൾ മരമൊന്നും എവിടെയില്ല. എവിടെയെങ്കിലും മരം ഉണ്ടെങ്കിൽ അതിന് ചെറുതുണ്ടെങ്കിൽ നിങ്ങൾ പെറുക്കി വെച്ചോ. പിന്നെ ആരെങ്കിലും വരും പിന്നെ വാങ്ങാൻ, ആവശ്യക്കാരായിട്ട് ആരെങ്കിലും വരും അത് വാങ്ങാൻ. പിന്നെ ഒരു പെറുക്കി എടുക്കുന്നതിന് 100 രൂപ കിട്ടിയാൽ തന്നെ നല്ല ലാഭമാണ്. നമ്മൾ കാപ്പിയൊക്കെ പറിച്ചെടുക്കണം, കാപ്പി കുരുമുളക് ഇതൊക്കെ പറിച്ചെടുത്താൽ പിന്നെ കാപ്പിക്ക് എത്ര 200. ഇത് പെറുക്കി എടുത്താൽ ഡെയിലി പോയി പെറുക്കി എടുത്ത് ഉണക്കി വെച്ചാൽ ഒരു 100 റുപ്യൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ, അല്ല ഒരു എമൗണ്ട് കിട്ടുകയെന്ന് വെച്ചാൽ അത് പിന്നെ നല്ല കാര്യമാണ്. വെറുതെ വേസ്റ്റ് ആകുന്ന സാധനത്തിൽ നിന്ന് പൈസ കിട്ടുന്നത് അത് നല്ലൊരു പിന്നെ കാര്യമാണ്. അപ്പം ഉണ്ടെങ്കിൽ വെട്ടിക്കളയണ്ട, എടുത്തു വെച്ചാൽ പൈസ കിട്ടും. ഇതായി കാണുന്നതൊക്കെ ഉന്നക്കായ് മരങ്ങളാണ് കേട്ടോ. അതായത് ഇതൊക്കെ ഇതിൻ്റെ തോട്ടമാണ്. ഉന്നക്കായ് അവിടെ വലിയ മരം ഇതാ.
അപ്പോൾ ഈ സാധനത്തിന് ഡിമാൻഡ് ഓരോ വർഷം കഴിയുന്നതോറും കൂടി വരികയാണ് കേട്ടോ. പിന്നെ നോർത്ത് സൈഡിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിന് ഓരോ വർഷം കഴിയുന്നതോറും പിന്നെ ഡിമാൻഡ് കൂടി വരികയാണ്. അതായത് കുറച്ച് വർഷം മുൻപേ പൂനെ, ഹൈദരാബാദ് ഈ ഏരിയയിലൊന്നും ഈ സാധനം കൂടുതൽ സെയിൽ നടക്കില്ലായിരുന്നു. കർണാടക, തമിഴ്നാട് ഈ ആളുകളാണ് മെയിനായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിന് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോ വർഷം കഴിയുന്നൊരു പിന്നെ എൻക്വയറി കൂടുതൽ വരുന്നുണ്ട്. അതുപോലെ പിന്നെ റേറ്റ് പിന്നെ എന്താ പറയുക, ഒരു ടൈമിൽ 250-300 വരെ എത്തിയിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവാണ് ഉള്ളത്. ഈ കാണുന്നതൊക്കെ പിന്നെ ഇതിൻ്റെ മരങ്ങളാണ്. ഇവിടെയൊക്കെ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ മരങ്ങളാണ്. ഇവിടെയൊക്കെ ചെറിയ മൊട്ട് വന്ന് തുടങ്ങുന്നുണ്ട്. നല്ല അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ. അവിടെ ഫുള്ള് മഞ്ഞ്, ഒന്നും കാണാനില്ല. നമ്മൾ യാത്രയിൽ മറ്റൊരു കച്ചവടം കണ്ടിരിക്കുകയാണ്. ഇതാ തേങ്ങ. ഇവിടെ തേങ്ങയുടെ വമ്പൻ കച്ചവടമാണ്. ഈ നാട്ടിൽ മൊത്തം തേങ്ങയാണ്. ഇവർ തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, ഭയങ്കര ഷാർപ്പാണ് കേട്ടോ അത്. ആ, മേസ്ത്രി ഒരു നാൾക്ക് എത്ര തേങ്ങ പൊതിക്കോ? 2000 ഒരാള്? 2500. இப்படியா? ஆ, இது கூலி எங்க எண்ணத்துக்கா இல்ல கூலி 1000 காய் ஒரு 650 ரூபா. 1000 കായ്ക്ക് 650. 650. ആ, ഓ, അവിടെ മത്സര പൊളിക്കലാണ് കേട്ടോ. ഇത് മത്സര പൊളിക്കലാ? അവിടെ കുറേ ആൾ പൊളിക്കുന്നുണ്ട് കേട്ടോ. ഇവർ പൊളിച്ചിട്ടത് ഇവിടെ ഉണ്ട്. എന്താ പറയുക, ഭയങ്കര ഷാർപ്പാണ് കേട്ടോ അതിൻ്റെ പിന്നെ പൊളിക്കുന്ന സാധനം. നമസ്കാരം. ആ, പൊളിച്ചോ എന്നാടേ നേടാ. ഭയങ്കര ഷാർപ്പ്. തമിഴ്നാട്ടിൽ തേങ്ങ പൊളിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. കേരള സ്പൈസ് റൂട്ട് ഫോൺ എടുക്കാ. എത്ര മണി വരെക്കും പണിയെടുക്കും? 10 o'clock முடிச்சிடுவ. ആ, 5 മണി മുതൽ 5 മണി മുതൽ 10 മണി വരെയാണ് പണി. അതായത് ഇവർക്ക് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവർക്ക് ഇവരെ വീഡിയോ കാണുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിനും വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം.